നമ്മുടെ ലാലേട്ടന്റെ വാമനപുരം ബസ് റൂട്ട് എന്ന് പറയുന്ന സിനിമ കണ്ടതിന് ശേഷം ഈ സിനിമയിലെ ഈ രണ്ട് സീൻ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയ രണ്ട് സമൂഹങ്ങളാണ് സുഹൃത്തുക്കളെ ഇപ്പൊ ഞാൻ രണ്ടായിട്ട് വിളമ്പാനായിട്ട് പോകുന്നത്. പൊന്നു നാട്ടുകാരെ, ഈ സീന് പാലത്തിന്റെ മുകളിലിരുന്ന് ലാലേട്ടനെ ചെറഞ്ഞോണ്ടിരിക്കുന്ന അണ്ണനെ ആശാൻ തൂക്കിയെടുത്ത് ബസ്സിന്റെ മുകളിൽ കയറ്റി ചെറുക്കി രണ്ട് കുത്തും കൊടുത്തിട്ട് വെടിച്ചിൽ ഡയലോഗും അറിഞ്ഞ് കയറ്റിയിട്ട് ആശാനെ കോരിയെടുത്ത് അടുത്ത പാലത്തിന്റെ മുകളിൽ വണ്ടി കൊണ്ട് നിർത്തിയതിനു ശേഷം നീ പോയി ആഴം വളഞ്ഞിട്ട് പെട്ടാന്ന് പറഞ്ഞിട്ട് അണ്ണനെ തൂക്കിയെടുത്ത് അങ്ങ് എറിയുന്നുണ്ട്. ഇവിടെയാണ് സുഹൃത്തുക്കളെ നോമിന്റെ ആ ഒരു ഐറ്റ സംശയം ഒളിച്ചിരിക്കുന്നത്. ആശാനെ എടുത്തങ്ങ് എറിഞ്ഞ ഉടനെ തന്നെ അണ്ണൻ പൊങ്ങി വരുന്നത് ഇവിടെ. ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ പൊന്നു നാട്ടുകാരെ. നിങ്ങൾ കൺകുളിർക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എറുത്തെറിയുന്നു, അണ്ണൻ അവിടെ വീഴുന്നു, അണ്ണൻ പൊങ്ങുന്നത് ഇവിടെ. എന്തോന്നേ തുരങ്കം വല്ലതും ഉണ്ടായിരുന്നു അവിടെ. അത് കണക്കാണ് ഈ സിനിമയിൽ നോമിന്റെ ഒരു സമൂഹ്യം. മൂന്നാമത്തെ സമൂഹ്യമാണ് കേട്ടോ. അത് ഞാൻ നേരത്തെ രണ്ടെണ്ണമാണ് പറഞ്ഞത്. ഇപ്പൊ ഒരു മൂന്നാമത്തെ ഒരു ചപ്പണൈസ് സമൂഹ്യം. ഈ നിൽക്കുന്ന ചെണുക്കാൻ ഈ പാലത്തിന്റെ മുകളിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാടുമ്പോഴത്തേക്കും നമ്മുടെ അണ്ണൻ ഓടി വന്ന് ചാടി വന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. രക്ഷപ്പെടുത്തിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ പൊങ്ങി വരുന്നതായി ഇവിടെ. ഒരാളെ രക്ഷിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെടണം. മെയിനായിട്ട് ചാവാൻ വേണ്ടി നിൽക്കുന്ന ഒരാൾ നമ്മളെ പിടിച്ച് താത്തി മുക്കി നമ്മളെ കൊല്ലൂലേ. അപ്പോഴത്തേക്ക് അടുത്തുള്ള കരയിലല്ലേ രക്ഷപ്പെടുത്തി കൊണ്ടുപോകേണ്ടത്. അതെങ്കിലുമൊക്കെ ആവട്ടെ. അടുത്ത വാമനപുരം ബസ് റൂട്ടിലെ രണ്ടാമത്തെ സമൂഹം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പാലത്തിൽ ബസ് വന്ന് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. അന്നേരം ഒരു ഓട്ടോയിൽ നമ്മുടെ കോട്ടയം നാസർ അണ്ണൻ വരെയാണ് ബസ്സിന്റെ അകത്ത് കയറാൻ വേണ്ടി. അണ്ണൻ വന്ന് ബസ്സിന്റെ അകത്ത് കയറിയതിന് ശേഷം ആട്ടോ പോണതായിട്ടൊരു സൗണ്ട് കേൾക്കും എന്ന് പറഞ്ഞിട്ട്. അവിടെയാണെന്നുണ്ടെങ്കിൽ സ്ഥലവും ഇല്ല. ഏത് ഇടവഴി വാക്ക് വഴിയാണ് പോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ആട്ടോ. അതിനും കാണുമായിരിക്കും സുഹൃത്തുക്കളെ ഏതെങ്കിലും തുരങ്ക വഴി. അപ്പൊ ഈ മൂന്ന് സമൂഹം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് അയക്കാൻ മറക്കണ്ട. ഓക്കെ ബൈ.